എന്റെ പ്രിയപ്പെട്ട നിഷ്കളങ്കരെ, നിങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. എന്ത് കേട്ടോളൂ. അല്ലെങ്കിൽ മുൻപ് 2022 നടന്ന പരിശോധനകളുടെ ഭാഗമായി നൽകിയ നോട്ടീസ് ആണെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. ഗോകുലം ഗ്രൂപ്പ് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. എമ്പുരാൻ സിനിമ നിർമ്മാണത്തിനായി ചെലവഴിച്ച പണം സംബന്ധിച്ചും ED പരിശോധന തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോടും ചെന്നൈയിലുമായി 3 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ രേഖകളും പണവും പിടിച്ചെടുത്തതായിട്ടാണ് വിവരങ്ങൾ. ഒട്ടും സംശയിക്കരുത് കേട്ടോ. 2022 കൊടുത്ത നോട്ടീസിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണമാണ് 2025 ഇതാ ഇപ്പോൾ നടക്കുന്നത്. ഇത് എമ്പുരാൻ സിനിമയുമായിട്ടോ എമ്പുരാൻ സിനിമയിലുണ്ടായ BJP വിരുദ്ധ ചില സീനുകളൊക്കെ അതിലുണ്ടായത് കൊണ്ട്, അത് ഗുജറാത്ത് കലാപത്തിൽ നടന്ന ചില സംഭവങ്ങളെല്ലാം അതുപോലെ തന്നെ ഈ സിനിമയിൽ ചിത്രീകരിച്ചതിന്റെ ഭാഗമായിട്ട് ചില പകയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു അന്വേഷണമാണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഒരു തരത്തിലും നിങ്ങൾക്ക് അങ്ങനെ വിചാരിക്കാനുള്ള അവകാശം പോലും ഇല്ല എന്നൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞു കളയും. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, എന്റെ വർത്തമാനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പല സുഹൃത്തുക്കളും ഇത് വിചാരിച്ചിരിക്കും, എന്താ ഇത് വരാത്തെന്ന് മാത്രം ഞാൻ വിചാരിച്ചിരിക്കുന്നു. ED വരേണ്ടതല്ല, ED വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇവരങ്ങനെയാണെന്നേ, ഇവരെ എതിർക്കുന്ന, ഇവർക്കെതിരെ എന്തെങ്കിലും ശബ്ദിക്കുന്ന, എന്തെങ്കിലും ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളെ മുഴുവൻ ഇവർ EDയെ കൊണ്ട് അന്വേഷിപ്പിക്കും. അവന്റെ വീട്ടില് കണക്കിൽ കൊള്ളാത്ത പണമുണ്ടെന്നും അവന്റെ വീട്ടിലെ പണം മുഴുവൻ ജിഹാദികൾ കൊടുത്താണെന്നും ഇവരങ്ങോട്ട് പ്രചരിപ്പിച്ച് കളയും. കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് ഞാൻ ഏതൊരു ചാനൽ എങ്ങാണ്ട് ഒരു വീഡിയോ ഇരുന്ന് കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. 2 വയസ്സായ 2 ആൾക്കാർ ഇരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ പൃഥ്വിരാജിനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കണക്കിൽ കൊള്ളാത്ത ചില സമ്പത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അത് ആദ്യം കേട്ടിട്ട് നമുക്ക് ഇതിലേക്ക് കടക്കാമെന്നേ. ഇതൊക്കെയാണ് ഇതിന്റെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ രാജസ്ഥാനിലെ മരുഭൂമിയിലാണ് ആടുജീവിതം ഷൂട്ട് ചെയ്യാനിരുന്നത് എന്ന് മറ്റേ ബ്ലസ്സി പറഞ്ഞ അഭിമുഖങ്ങളിലൊക്കെ വായിച്ചില്ല. ഇതെങ്ങനെ ജോർദാനിൽ പോയി? എന്തോ ഒരു ആഗോള ഇസ്ലാമിക അജണ്ട ഇതിന്റെ അകത്തും. അതുകൊണ്ടാണ് ഗണേഷ് പറഞ്ഞത് ജോർദാനിൽ വെച്ച് ആരെയൊക്കെ കണ്ടു, IS-നെ ആളുകളെ കണ്ടിട്ടുണ്ടോ എന്ന് യുവമോർച്ച ജനറൽ സെക്രട്ടറി ചോദിച്ചത്. അതാണ് ചോദിച്ചത്. രാജസ്ഥാനിൽ താർ മരുഭൂമി ഒന്നാന്തരം മരുഭൂമിയാണ്. ലോകത്തിലെ ഏത് മരുഭൂമിയുടെയും സ്വഭാവങ്ങളുള്ള മരുഭൂമിയാണ്. അപ്പൊ വേറെ ആരോ അവിടെയൊക്കെ സഹായിച്ചോളാം എന്ന് വാക്ക് കൊടുത്തു. നോക്കൂ, 2 വേട്ടവളിയന്മാര് ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു നോക്കുന്ന പറയുന്നത്. എന്തൊരു ഭീകര വർത്തമാനാണ്. ഇന്ത്യയിലെ ഏതൊരു മരുഭൂമിയിൽ വെച്ച് ചിത്രീകരിക്കാന്ന് വിചാരിച്ച സാധനം ജോർദാനിലേക്ക് പോകാൻ കാരണം അവിടെ ചില മുസ്ലിം തീവ്രവാദികൾ നമ്മുടെ പൃഥ്വിരാജിനെ സഹായിക്കാൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ സഹായിക്കാമെന്ന് വാക്കുകൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് അങ്ങ് ജോർദാനിൽ പോയിട്ട് അവിടെ IS ഏതോ തീവ്രവാദ സംഘടനയില്ലേ, മുസ്ലിം തീവ്രവാദ സംഘടന, ആ സംഘടനയുമായിട്ടൊക്കെ പൃഥ്വിരാജിന് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യ വിരുദ്ധമെന്ന് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള സിനിമകളൊക്കെ, എമ്പുരാൻ പോലത്തെ സിനിമകളൊക്കെ പൃഥ്വിരാജ് എടുക്കാൻ കഴിയും. നോക്കൂ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ നട്ടാൽ കുരുക്കാത്ത സാധനങ്ങൾ, ഒരു തരത്തിലും നമ്മുടെ എവിടെയും വേവാത്ത സാധനങ്ങളാണ് ഈ സംഗീതലപ്പുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ഭീകരമായ വർത്തമാനാണ്. പൃഥ്വിരാജിന് അതിന്റെ എന്താവശ്യം? ഒരു തീവ്രവാദ പ്രവർത്തനവുമായിട്ട് ആ മനുഷ്യന് പോകേണ്ട എന്താവശ്യം? സമ്പത്തിന്റെ പ്രശ്നമാണ് അല്ലെന്നേ, ഇനി ഫേമസിന്റെ പ്രശ്നമാണ് അല്ലെന്നേ. എന്നിട്ടും ഇങ്ങനെ ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ലാതിരുന്നിട്ട് പോലും ഇത്തരത്തിലുള്ള എവിടെയും തട്ടാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ കൃത്യമായിട്ട് ചില ആളുകൾക്കൊക്കെ കൊള്ളണമെന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടുള്ള വർത്തമാനങ്ങൾ ഇങ്ങനെ ഇവരൊക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു സംഗതി തുടങ്ങുന്നത് ഗോകുലം ഗോപാലേട്ടന്റെ വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ചട്ടം ലംഘിച്ചു എന്നാ പറയുന്നത്. വിദേശ വിനിമയം ലംഘിച്ചെന്ന് EDയുടെ കണ്ടെത്തൽ, എമ്പുരാൻ സിനിമയ്ക്ക് ചെലവിട്ട പണം സംബന്ധിച്ചും പരിശോധന, സിനിമയിൽ അടക്കം നിക്ഷേപിച്ച് ചട്ടം ലംഘിച്ച് കിട്ടിയ പണം എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇതിനൊക്കെ പുറകിൽ ചതി എന്നുള്ള സംഗതി നടന്നിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ആ ചതിയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് മോഹൻലാലിന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ആ ഒരു മേജർ രവി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനോടൊപ്പം തന്നെ ആയിരിക്കണം ഈ ചതി വന്നിട്ടുണ്ടായിരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോ ഈ അന്വേഷണം ഇവിടെ മാത്രം ഒതുങ്ങി നിർത്തുന്നില്ല. നമ്മുടെ പൃഥ്വിരാജിന്റെ വീട്ടിലും ഇനി അന്വേഷണം കയറും, ഇനി നമ്മുടെ എഴുത്തുകാരന്റെ വീട്ടിൽ അന്വേഷണം കയറും,
ഇങ്ങനെ മോഹൻലാലിന്റെ വീട്ടിൽ അന്വേഷണം കയറും. ഇങ്ങനെ ഇവരെതിർക്കുന്നവർക്ക് തോന്നുന്ന ആൾക്കാരുടെ വീട്ടിൽ മുഴുവൻ അന്വേഷണം എത്തും. നോക്കൂ, കടുവ, ജനഗണമന, ഗോൾഡ് സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത വേണം. നിങ്ങൾക്ക് എങ്ങനെ കിട്ടി, എവിടുന്ന് കിട്ടി, എത്ര പണം കിട്ടി എന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായി വ്യക്തത വേണം. പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ്. ഏപ്രിൽ 29-നകം കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ് പൃഥ്വിരാജിനുള്ള ഭീഷണി. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്തൊരു വൃത്തികേടുകളാണ്, എന്തൊരു അശ്ലീലമാണ് ഈ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന. ആലോചിച്ച് നോക്കി, ഒരു സിനിമ എടുത്തതിന്റെ പേരിൽ ആ സിനിമയിൽ ഇവിടെ പണ്ടെങ്ങാണ്ട് സംഭവിച്ച യാഥാർത്ഥ്യമായിട്ടുള്ള ചില കാര്യങ്ങളുടെ ചില ചിത്രീകരണങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ. ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ആക്രമണം എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ആക്രമണമാണെന്നേ. കൃത്യമായിട്ടും തങ്ങൾ എതിർക്കുന്നു തോന്നുന്ന ആളുകളുടെ വീടുകളിലേക്ക് ED പറഞ്ഞയക്കുക, കണക്കിൽ കൊള്ളാത്ത പണം അവിടെ ഉണ്ടെന്ന് സ്ഥാപിക്കുക, അതിന്റെ ഭാഗമായിട്ട് അവരുടെ ഇനിയുള്ള ഇത്തരം സിനിമാ പ്രവർത്തനങ്ങളെ നിഷേധിക്കുക, തടയുക. ഞാനൊക്കെ പറയുന്നത് നമ്മളടക്കമുള്ള ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളടക്കമുള്ള ആളുകൾക്ക് ഇതിനെതിരെ ശക്തമായിട്ട് പോരാടണം എന്നാണ്. പൃഥ്വിരാജിനും അതുപോലെ തന്നെ മോഹൻലാലിനും നമ്മുടെ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ, ആ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് നമ്മളൊക്കെ നിൽക്കേണ്ട സമയം ഇതാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. നോക്കൂ, ഇനിയും വരും, ഇനിയും അന്വേഷണം വരും. എങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ ഭയപ്പെടുത്തി നിലനിർത്താൻ സാധിക്കുകയെന്ന് ഇവർ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ അവസ്ഥ കേട്ടോ. ബൈ.